ആയിഷ തിരോധാന കേസിൽ റോസമ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ്. റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ആയിഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തിയത് റോസമ്മ എന്നാണ് വിവരം. കോഴിഫാമിന്റെ ലൈസൻസിന് അപേക്ഷ നൽകാൻ റോസമ്മയ്ക്കൊപ്പം സെബാസ്റ്റ്യനും എത്തി എന്നാണ് വിവരം. റോസമ്മയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ. രോഹിണി, 2012 ഐഷയെ കാണാതാവുന്നത്. അതിന് ഏതാനും മാസം മുമ്പാണ് ഐഷ ഈ റോസമ്മയുടെ വീടിനോട് ചേർന്ന മുറിയിൽ താമസമാക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഐഷയുടെ കുടുംബ വീടും. ഈ വീട്ടിൽ എത്തിയതിന് ശേഷമാണ് ഐഷ സെബാസ്റ്റ്യനെ പരിചയപ്പെടുന്നത്. എന്നാൽ റോസമ്മ അതിന് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപ് പോലീസ് ചോദിച്ചപ്പോഴും എല്ലാം പറയുന്നത്. ഐഷയെ കാണാനില്ലെന്ന വിവരം അവരുടെ ബന്ധുക്കളെ അറിയിക്കുന്നതും റോസമ്മയാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നേരത്തെ റോസമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ റോസമ്മയുടെ ഫോൺ രേഖകളും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ചും സെബാസ്റ്റ്യനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും. ഇതിൻ്റെ കൂടി ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാവും ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞത്, റോസമ്മ ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വരുമ്പോൾ ഐഷയും സെബാസ്റ്റ്യനോട് അവിടെ നിൽക്കുന്നു. ഈ റോസമ്മയുടെ പുരയിടത്തിൻ്റെ ഒരു ഭാഗം വൃത്തിയാക്കുന്നു. അപ്പോൾ റോസമ്മ ദേഷ്യപ്പെടുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തപ്പോൾ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആൾക്കാർ വന്ന് കാണുമ്പം വൃത്തിയായി കിടക്കാനാണ് ചെയ്തതെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ പരിചയപ്പെട്ടത് എന്നാണ് റോസമ്മ പറയുന്നത്. എന്നാൽ റോസമ്മയുമായി അതിനു മുമ്പ് തന്നെ സെബാസ്റ്റ്യൻ അടുപ്പമുണ്ടായിരുന്നു എന്നും ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നു എന്നതും അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ചേർത്തല പോലീസാവും ചോദ്യം ചെയ്യുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.